വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പുണ്യവാൻ ചൊരിയുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഈ നൊവേന പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രോഗങ്ങളെയും ആരോടും പറയാത്ത നമ്മുടെ പ്രശ്നങ്ങളെയും കടബാധ്യതകളെയും മക്കളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഈ നൊവേന പ്രാർത്ഥനയിൽ എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേന നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ നിമിഷം ഓർക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഓർക്കുക. നമ്മുടെ കുടുംബത്തെ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. എല്ലാം ഓർത്തുകൊണ്ട് ഈ നൊവേന പ്രാർത്ഥന ചൊല്ലി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികമായ നന്മകളാലും അത്ഭുതസിദ്ധികളാലും ജീവിതാൾക്ക് നീ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃത സമ്പന്നമായ ജീവിതത്താൽ അങ്ങയെ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസ് മാധ്യസ്ഥതയിലും ഞങ്ങൾ പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിഷ്ണുവിളനിലമാവുകയും വേദപുസ്തകത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസെ വിശുദ്ധിയുടെ വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സമൃദ്ധനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിനുള്ള ദൃഢമായ വിശ്വാസത്താലും ജീവിതത്തിലുള്ള സജീവമായ ക്ഷണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസെ ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃത്തുക്കളിലും അടുത്ത വാഴ്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരോഗ്യവും ജീവിതലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നീക്കുവാമേ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസെ രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ ഒന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും വിശ്വാസത്തിനെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് വിശ്വസിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്കുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപ്പോൾ യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥശിശുക്കളുടെയും ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ യാചിച്ച പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ അപേക്ഷകളും നമ്മുടെ കൃതജ്ഞതയും സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ ഇരിക്കാം.
നമ്മുടെ ഓരോ നിയോഗങ്ങളും ആവശ്യങ്ങളും ഈ നിമിഷം പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ഒത്തിരി അപേക്ഷകൾ നമ്മുടെ കൈവശം എത്തിയിട്ടുണ്ട്. ഒത്തിരി പേര് ഓൺലൈനിലും അതോടൊപ്പം തന്നെ ഈ നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പലപ്പോഴും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നൊവേന ഞാൻ ഓൺലൈനിൽ യൂട്യൂബിലിടുമ്പോൾ പലരും എന്നോട് പ്രാർത്ഥന സഹായം പറയാറുണ്ട്. അച്ഛാ, ഞങ്ങളുടെ നിയോഗങ്ങൾ കൂടി അച്ഛനൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഒത്തിരി മനുഷ്യർ, ഇന്നലെ തന്നെയാണെങ്കിൽ ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയാ, അച്ഛാ ഒത്തിരി കടബാധ്യതയാണ്, അച്ഛൻ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗത്തിന് കൂടി ഒന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഇന്നലൊരു മകൻ, അവൻ്റെ വിവാഹം നടന്നിട്ടില്ല, അവൻ വിളിച്ചു പറയാ, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം പ്ലീസ്. ഒത്തിരി മനുഷ്യർ നമ്മുടെ നൊവേന കാണുന്നുണ്ട്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒത്തിരി പേര് അവരുടെ നിയോഗങ്ങൾ അതിൻ്റെ അടിയിലെ കമൻറ്റുകളായിട്ട് എഴുതി അയക്കുന്നുണ്ട്. ഞാൻ പല നിയോഗങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി നിയോഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നിയോഗങ്ങൾക്കൊക്കെ ദൈവം ഉത്തരം കൊടുക്കുന്നുമുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനിലൂടെ ദൈവം ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളുമൊക്കെ ഈ നിമിഷം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട്, വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കാം. നമുക്ക് ഒത്തിരി ആവശ്യങ്ങൾ ഇന്ന് എത്തിയിട്ടുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഇത് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത് നമ്മൾ കുറേ നേരം വായിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ കണ്ണീരാണ്, ഒരു വേദനയാണ്. ഒത്തിരി പേരുടെ കണ്ണീര് കൊണ്ട് അവരെഴുതുന്ന അപേക്ഷകളാണ് ഇതൊക്കെ. ഇതുപോലെ പല നിയോഗങ്ങളും നമുക്കും ഉണ്ടാകാം. അച്ഛൻ വായിക്കുന്ന ചില നിയോഗങ്ങൾ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അതിനുവേണ്ടി കൂടി സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ചിലപ്പോൾ ബോറഡിയായിട്ട് തോന്നും, പക്ഷെ ഓർക്കണം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നിയോഗം ദൈവം നടത്തി തരും. അച്ഛനെ ഓരോ നിയോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അച്ഛൻ ചിലപ്പോൾ ഓരോ വ്യക്തിയുടെ പേരുകൾ പറയും, ആ പേരുകൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ആ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം ആ വ്യക്തിക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒത്തിരി അനുഗ്രഹവും ഒത്തിരി ശക്തിയും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ നിയോഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം, നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എൻ്റെ മകൻ അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് തെറ്റായൊരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒത്തിരി സങ്കടത്തിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് തെറ്റായൊരു ബന്ധമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ ആ തെറ്റായ ബന്ധത്തിൽ നിന്നും രക്ഷപ്പെടുവാനും നല്ലൊരു ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരുവാനും വേണ്ടി അച്ഛൻ നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. റാണി ആൻ്റണി എന്ന് പറഞ്ഞൊരു സഹോദരി എഴുതിയിരിക്കുന്ന ലെറ്ററാണ്, അപേക്ഷയാണ്. നന്ദി സൂചകമായിട്ടാണ് പറയുക. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മധ്യസ്ഥത്താൽ കാണാതെ പോയ വണ്ടിയുടെ RC ബുക്കും മറ്റു കാര്യങ്ങളും തിരിച്ചു ലഭിച്ചതിന് 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ഡാരൻ എന്നാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛാ, എനിക്ക് പഠിക്കുമ്പോൾ ഓർമ്മക്കുറവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടുവാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും നല്ല മാർക്കിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അത് കിട്ടുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ബീന എന്നൊരു സഹോദരി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ എല്ലാ ചൊവ്വാഴ്ചയും ഓൺലൈനിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി കൂടി ഒരു ദിവസമെങ്കിലും നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണമേ. ആ വ്യക്തിയുടെ നിയോഗം, അച്ഛാ എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്, അത് മാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ കണ്ണിൻ്റെ അസുഖം മാറിക്കിട്ടുന്നതിനും മുഖത്തിൻ്റെ നീര് മാറുവാനും, കണ്ണിനും മുഖത്തിനും പ്രശ്നമുണ്ട്, അത് മാറുവാനും വേണ്ടിയും പ്രാർത്ഥിക്കണം. ബീന എന്നൊരു സഹോദരിയുടെ ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദിയും, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ആൻമരിയ എന്ന മകളാണ് അത് എഴുതിയിരിക്കുക. സ്കിൻ അലർജി മാറുവാൻ വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ശരീരം മുഴുവൻ കറുത്ത പാടുകൾ വരുന്നു, അതുമൂലം ഒത്തിരിയേറെ മാനസിക സംഘർഷം അനുഭവിക്കുന്നു. അത് മാറിക്കിട്ടുവാനും
കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബിജോയ്. അച്ഛാ, എനിക്ക് 2 മക്കളുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുവാനും അവരുടെ ഭാവി നല്ലതായി തീരുവാനും വേണ്ടിയും അച്ഛൻ നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ജെസീന്ത മരിയ. ദൈവത്തിൻ്റെ മകളായി മാറുവാനും എന്നും പ്രാർത്ഥിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകളായിട്ട് എന്നും ജീവിക്കുവാനും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മകളുടെ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാറ എന്നൊരു മകളാണ് എഴുതിയിരിക്കുക. ദൈവത്തിന് സ്തുതി. എൻ്റെ മരുമകൻ്റെ മദ്യപാനശീലം മാറ്റിത്തരുവാനും അതോടൊപ്പം മക്കളില്ലാതെ വിഷമിക്കുന്ന ആ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സാറ കുഞ്ഞു വറീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നിയോഗമാണ്. എൻ്റെ പേര് കൊച്ചു ത്രേസ്യ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച. എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ നിയോഗം ഇതാണ്. എൻ്റെ മകൻ്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എമിൽ സെബാസ്റ്റ്യൻ. എൻ്റെ പേര് എമിൽ സെബാസ്റ്റ്യൻ എന്നാണ്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും ടോൺസിലൈറ്റീസിൻ്റെ അസുഖം മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ പേര് ബെസ്മിൻ മരിയ ബിയ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ നിയോഗം എൻ്റെ കുടുംബം ഒന്നാവണം. എൻ്റെ മാതാപിതാക്കൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. അത് മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം എൻ്റെ ചേട്ടൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അത് പാസ്സായി ജർമ്മനിയിലേക്ക് സുരക്ഷിതമായി പോകണം. അതിനുവേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ക്രിസ്റ്റീന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച. ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി നാളായി ഞാൻ പരിശ്രമിക്കുന്നു. പക്ഷേ ജോലിയൊന്നും ലഭിക്കുന്നില്ല. അതുമൂലം വീട്ടിൽ ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നു. എനിക്കൊരു ജോലി ലഭിക്കുവാനും അതുമൂലം ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുവാനും വേണ്ടിയും അച്ഛൻ നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദിയും യേശുവേ സ്തുതിയും. സാനിയ സാബു എന്നൊരു മകളുടെ നിയോഗമാണ്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുന്നതിന് വേണ്ടിയും വിദേശത്ത് പോകാൻ വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥന സഹായം തേടുന്നു. അച്ഛാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി എന്നൊരു സഹോദരിയുടെ അപേക്ഷയാണ്. ഭൂമി നിലമായി കിടക്കുന്നതിൽ വിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുവാനും വേണ്ടിയും അതോടൊപ്പം വീട് പണി പൂർത്തിയാക്കുന്നതിനും കടബാധ്യത തീരുന്നതിനും വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. ദൈവത്തിൽ കൂടുതൽ അടുക്കുന്നതിനും കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നതിനും കുടുംബം ഒന്നാകെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. സാലി എന്നൊരു സഹോദരിയുടെ അപേക്ഷയാണ്. ഷീജ എന്നൊരു സഹോദരിയുടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ഷീജ. എൻ്റെ ഭർത്താവ് പള്ളിയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാതെ എപ്പോഴും കടയിൽ പോവുകയാണ്. അതുമൂലം ഒത്തിരി ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. മുടങ്ങാതെ പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛാ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് അൽഫോൻസ. എൻ്റെ അമ്മയുടെ പേര് ജിനി. അപ്പൻ്റെ പേര് ജസ്റ്റിൻ. എൻ്റെ അപ്പൻ്റെ കുടി മാറുവാൻ വേണ്ടിയും അതോടൊപ്പം കുടിച്ചു വരുമ്പോൾ വീട്ടിലെന്നും വഴക്കും ഒച്ചപ്പാടുമാണ് അച്ഛാ. അതുമൂലം ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അത് കടബാധ്യതയുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളുമുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അൾഡ്രീന എന്നൊരു മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നല്ല മാർക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ആൽബർട്ട് ജോഷി എന്നൊരു മകൻ SLC പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജയൻ PJ എന്നൊരു സഹോദരൻ എൻ്റെ കല്യാണം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അസുഖങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു.
ലിജി ജെയ്സൺ എന്നൊരു സഹോദരി അസുഖങ്ങൾ മാറുവാനും വീട്ടിലെ അസ്വസ്ഥതകൾ മാറുവാനും വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജോസ് പി വി, എൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു വെച്ചാൽ പ്രത്യേകമായിട്ട് അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജെയ്സൺ പി ജെ എന്നൊരു സഹോദരൻ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷ എഴുതുന്നത്. സനൽ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ദുശീലങ്ങൾ മാറുന്നതിനു വേണ്ടിയും അവൻ്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജെറി എന്നൊരു സഹോദരൻ്റെ അപേക്ഷയുണ്ട്. വിവാഹ തടസ്സം മാറുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം അച്ഛൻ ഞാൻ ബിസിനസ്സാണ് ചെയ്യുന്നത്, ബിസിനസ്സിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഞാനൊരു ഒത്തിരി അപേക്ഷകളിങ്ങനെ വലിയ ഇതിലെഴുതിയിട്ടുണ്ട്. ഞാനതിൻ്റെ ആവശ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് അപേക്ഷകൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ നിയോഗങ്ങളുടെ മേൽ കരുണയുണ്ടാകണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്വന്തമായിട്ടൊരു സ്ഥലവും വീടും വയ്ക്കുവാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. എന്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാലും അതിന് തടസ്സമാണ്. അതിൻ്റെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിദേശത്തേക്ക് പോകാൻ എൻ്റെ ഭർത്താവ് ഒത്തിരി നാളായിട്ട് പരിശ്രമിക്കുന്നു, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കുടുംബത്തിൻ്റെ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. സന്ധ്യ ലാൻസൺ എന്നൊരു സഹോദരിയുടെ ആവശ്യമാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസത്തെയും വിശുദ്ധ കുർബാനയിലും എൻ്റെ നിയോഗങ്ങൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ ഈ നിയോഗം പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. അച്ഛാ, ഞങ്ങൾക്ക് 1 കോടിയോളം കടബാധ്യതയുണ്ട്. അത് മാറുവാൻ വേണ്ടി ഒരു വരുമാന മാർഗം തുറന്നു കിട്ടാൻ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഞങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുന്നു. അതിടയിൽ വെച്ച് നിർത്തേണ്ടി വന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ കാരണം വീട് പണി പൂർത്തിയാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മക്കൾ 3 പേരുണ്ട്. ആബേൽ, അന്ന മരിയ, ഏഞ്ചൽ മരിയ. നന്നായി പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും നന്നായിട്ട് പഠിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഭർത്താവിന് മനസ്സമാധാനം ലഭിക്കുവാനും എന്നും അസ്വസ്ഥതയാണ് ഈ കടബാധ്യതയുള്ളതുകൊണ്ട് ലഭിക്കുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സൈജോ എന്നൊരു സഹോദരൻ്റെ അപേക്ഷയാണ്. നന്നായിട്ട് പഠിക്കാനും അതോടൊപ്പം തന്നെ കടങ്ങൾ, വീട്ടിലെ കടബാധ്യതകൾ മാറുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷൈജു KP പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത മാറുവാൻ വേണ്ടിയും വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയും പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ജൂലിയസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അപേക്ഷയാണ്. അസ്വസ്ഥതകൾ മാറുവാനും ക്യാൻസർ മാറുവാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ. അതുമൂലം ഒത്തിരിയേറെ അസ്വസ്ഥതകൾ എനിക്കുണ്ട്. അത് മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിൽ ഒത്തിരി മക്കൾക്ക് ക്യാൻസർ ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിനി എന്ന് പറയുന്നൊരു സഹോദരിയാണ് ഇത് എഴുതിയിരിക്കുക. അച്ഛാ, എൻ്റെ മകൾക്ക് കുറച്ച് നാളുകളായി ഹെർണിയ കണ്ടു. ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർജറി ചെയ്തിട്ടില്ല. എൻ്റെ മകളുടെ ഹെർണിയ മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച നൊവേനയിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവ് ജോർജിൻ്റെ മദ്യപാനവും പുകവലിയും മാറ്റിത്തരുന്നതിന് വേണ്ടിയും കടങ്ങൾ മാറുന്നതിന് വേണ്ടിയും 6 വർഷം മുമ്പ് വായ്പ വാങ്ങിക്കൊണ്ട് പോയ അയൽവക്കക്കാരെയും എൻ്റെ വളയും മോതിരങ്ങളും കാശും തിരികെ തരുവാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് പ്രിയ. ഞങ്ങൾക്ക് ഭവനം പണി നടക്കുന്നു. ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. ഭവനം പണി പ്രത്യേകം പൂർത്തീകരിക്കുവാനും അതോടൊപ്പം കടബാധ്യത തീരുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് ബിയോൺ. അച്ഛാ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. പഠിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. SLC പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ബേബി എന്നാണ്. അച്ഛൻ പാപിയായ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരിയേറെ കടബാധ്യതയുണ്ട് അച്ഛ. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സമാധാനമില്ല. കടബാധ്യത മാറുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഒത്തിരിയേറെ ആന്തരിക മുറിവുകൾ ഉള്ള വ്യക്തിയാണ് ഞാൻ. പലരോടും ക്ഷമിക്കാനും പൊറുക്കാനും സാധ്യമല്ല. ഒത്തിരിയേറെ പേര് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുവാനും അതോടൊപ്പം വിശുദ്ധിയോടെ ജീവിക്കാനും വേണ്ടിയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നദ്ധിയിൽ ആ മകൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എവീന എന്ന മകളാണ് ഇത് എഴുതിയിരിക്കുക. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എവീന എന്ന മകളാണ് ഞാൻ. നഴ്സിംഗ് പഠിക്കുന്നു. നന്നായിട്ട് പഠിക്കുവാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും സ്നേഹം നിറഞ്ഞ ജിനുവച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അലീന മരിയ, 21 വയസ്സുണ്ട്. ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എൻ്റെ ആവശ്യം ഗവൺമെൻറ് ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആൽവിൻ ജോസഫ്, 17 വയസ്സ്. ആവശ്യം +2 പരീക്ഷയിൽ മികച്ച വിജയം വരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നടുവേദനയും തലവേദനയും ഒക്കെ ഉണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഐശ്വര്യ ഡിക്സൺ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനാ നിയോഗമാണ്. അച്ഛാ, ഒത്തിരി കടബാധ്യതയുണ്ട് ഞങ്ങളുടെ വീടിന്. ആ കടബാധ്യത മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അഹാന റോസ് എന്ന മകള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അലീന ജയൻ +2 പഠിക്കുന്നു. നന്നായിട്ട് പരീക്ഷയിൽ ഉന്നത വിജയം വരിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഏബൽ ലാൻസൺ പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ബിൻസി എന്നൊരു മകള് നഴ്സിംഗ് പഠിക്കുന്നു. ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാനൊരു വിധവയാണ്. കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധ്യമല്ല. പലരും വന്ന് കടങ്ങൾ തീർക്കാൻ വേണ്ടി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയും എൻ്റെ കടബാധ്യത മാറുവാനുള്ളൊരു വഴി തുറന്നു കിട്ടുന്നതിന് വേണ്ടിയും വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മക്കളുടെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും ഇളയ മകൻ്റെ കാലുവേദന മാറ്റിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സെയ്ലീന എന്നൊരു മകള് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നത്. ശാരീരികമായ എല്ലാ അസുഖങ്ങളും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ശ്രീദേവി എന്നൊരു മകള്, അച്ഛാ ഒരു ഹൈന്ദവ സഹോദരിയാണ് ഞാൻ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം എല്ലാ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ ഓൺലൈനായിട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അച്ഛാ, എൻ്റെ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യം മാറുന്നതിന് വേണ്ടിയും മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് വേണ്ടിയും അതോടൊപ്പം ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു സ്ഥലം വിറ്റ് കിട്ടുന്നതിന് വേണ്ടി സ്നേഹം നിറഞ്ഞ അച്ഛ പ്രാർത്ഥിക്കണേ. ജിയോ ജെനിൽ എന്നൊരു സഹോദരൻ എഴുതിയിരിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള പരീക്ഷയിൽ പാസ്സാകുന്നതിന് വേണ്ടിയും മക്കൾ നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ അച്ഛ പ്രാർത്ഥിക്കണേ. ഉഷ എന്ന് പറയുന്നൊരു സഹോദരി എഴുതിയിരിക്കുന്നത്, വിട്ടുമാറാത്ത തലവേദനയാണ്, കാലുവേദനയുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുക. കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയും അച്ഛാ പ്രാർത്ഥിക്കണമേ. ആൻസി എന്നൊരു സഹോദരി എഴുതിയിരിക്കുന്നത്, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. റീന ജെയിംസ് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഐസക് എന്നാണ് എൻ്റെ പേര്. എനിക്കൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഏഞ്ചൽ മരിയ എന്നൊരു മകള് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്, പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.
സ്നേഹം നിറഞ്ഞ ജിനുവച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് റീന എന്നാണ്. ഭർത്താവിൻ്റെ മദ്യപാനം മാറിക്കിടുന്നതിനു വേണ്ടിയും ഇളയ മകൻ ഒട്ടും ദൈവവിശ്വാസം ഇല്ല, അവൻ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയും മക്കൾക്ക് വിദേശത്ത് വിസ ശരിയാകാൻ വേണ്ടിയും എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയും കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജിസ്ന ജെനിൽ എന്നൊരു മകള് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ജർമ്മൻ എക്സാം B2 3 എണ്ണം കിട്ടി, ഇനി 1 മൊഡ്യൂൾ കൂടി കിട്ടാനുണ്ട്. 6 പ്രാവശ്യമായി എഴുതുന്നു, 1 മാർക്കിൻ്റെ അടുത്ത് ഫെയിലായി പോകുന്നു. അച്ഛാ എനിക്ക് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ ജാനുവരി 27-ാം തീയതി വീണ്ടും ബാംഗ്ലൂരിൽ എക്സാം എഴുതാനുമായിട്ട് ഞാൻ പോകുന്നുണ്ട്. അച്ഛൻ്റെ നിയോഗ പ്രാർത്ഥനയിൽ എന്നെ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അരുൺ ഫ്രാൻസിസ് എന്നൊരു സഹോദരൻ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയും അമ്മയുടെ തൊണ്ടയിലെ അലർജി പൂർണ്ണമായി മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സോബിൻ എന്നൊരു സഹോദരൻ എഴുതിയിരിക്കുന്നത്, എൻ്റെ മകൾ ഫെബീന, അവൾക്ക് എന്നും അലർജിയാണ് അച്ഛാ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട്, ത്വക്കിൻ്റെ അലർജിയുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ജിസ് ജോസഫ് എന്നൊരു സഹോദരൻ, എൻ്റെ മകൻ ദൈവാരൂപിയിൽ വളരുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സിജി എന്നൊരു സഹോദരൻ സിജി എന്നൊരു സഹോദരൻ എഴുതിയിരിക്കുന്നത്, അസുഖങ്ങൾ മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആനി പോൾ എന്നൊരു സഹോദരി എഴുതിയിരിക്കുന്നത്, ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ക്യാൻസർ രോഗിയായ എൻ്റെ ഭർത്താവിന് ക്ഷീണവും തളർച്ചയും സൈനോസൈറ്റീസിൻ്റെ മൂലം വിഷമിക്കുന്നു, അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. 23 വയസ്സായ മൂത്ത മകന് സ്ഥിരമായൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം അവൻ്റെ അസ്വസ്ഥതകൾ മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നൈസി എന്നൊരു സഹോദരി എഴുതിയിരിക്കുന്നത്, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടിയും എൻ്റെ ഭർത്താവിന് വിദേശത്തൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. ആബേൽ എന്നൊരു സഹോദരൻ എഴുതിയിരിക്കുന്നത്, അച്ഛാ എൻ്റെ മക്കൾ 2 പേരും ദൈവവിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടിയും നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വലിയൊരു പ്രാർത്ഥനാ നിയോഗമാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേര് സ്നേഹ, എനിക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. വിപിൻ എന്നൊരു എൻ്റെ കൂട്ടുകാരന് വേണ്ടി അതിൻ്റെ അസ്വസ്ഥതകൾ മാറുവാനും അസുഖം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ അപ്പൻ്റെ പേര് സോജൻ എന്നാണ്. അപ്പൂപ്പന് രോഗങ്ങളുണ്ട്, മഞ്ഞപ്പിത്തവും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം വേദന അനുഭവിക്കുന്നു, അത് മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ അമ്മയുടെ പേര് റോസി എന്നാണ്, ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അത് മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബെറ്റ്സി ജോസഫ് എന്നൊരു സഹോദരി എഴുതിയിരിക്കുന്നതാണ്, എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂരിലാണ് ജോലി ചെയ്യുന്നത്, പോയി വളരെ ബുദ്ധിമുട്ടാണ്, എത്രയും പെട്ടെന്ന് അടുത്തേക്ക് ജോലി മാറ്റം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൻ എഫ്രോണിന് കഫക്കെട്ടും ചുമയും എന്നും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, അവൻ്റെ അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ ഇസ്ര എത്രയും നന്നായിട്ട് പഠിക്കുവാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ നല്ലൊരു മകളായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആൻ്റണി എന്നൊരു മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ജർമ്മനിക്ക് പോകുവാൻ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നു, പക്ഷേ എന്നും തടസ്സമാണ്. ആ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. എൽസി എന്നൊരു മകള് എഴുതി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നത്, അച്ഛാ വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതകളും രോഗങ്ങളും ഉണ്ട്, അത് മാറുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. മേഴ്സി എന്നൊരു സഹോദരി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്, കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ജെഫിൻ, അവന് 24 വയസ്സേ ഉള്ളൂ, പക്ഷേ ഒത്തിരിയേറെ മദ്യപിക്കും അച്ഛാ, ഒത്തിരി വിഷമങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നത് മൂലം എൻ്റെ മകൻ നല്ല ശീലങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദീപ എന്നൊരു സഹോദരി കാനഡയിൽ ജോലി ചെയ്യുന്ന ദീപയ്ക്ക് എത്രയും വേഗം ഒരു PR കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. അൽഗ ടെൽസൺ എന്നൊരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഷൈസി ബിനു, നിയോഗം ഡിപ്രഷൻ, ആൻസൈറ്റി, നെഗറ്റീവ് തോട്ട്സ്
ഓവർ തിങ്കിങ്, OCD ഇതെൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലാവാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് ഒത്തിരി മക്കൾ അനുഭവിക്കുന്ന ഒരു വേദനയാണിത്. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏഞ്ചലീന എന്നൊരു മകള് നന്നായിട്ട് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്നു. അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ക്രിസ്റ്റീന എന്നൊരു മകള് വിവാഹം നടക്കുവാൻ വേണ്ടിയും അതുപോലെ തന്നെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജിന്നി എന്നൊരു സഹോദരൻ പ്രാർത്ഥന ചോദിച്ചു. 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. അത് കുഞ്ഞിന് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഫ്രാൻസിസ് എന്നൊരു സഹോദരൻ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിബിത മനോജ് എന്നൊരു സഹോദരി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബ കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മേരി, 84 വയസ്സ്. എൻ്റെ മകളുടെ മകൾക്ക് ഒരു നല്ല വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൻ്റെ മൂത്ത മകളുണ്ട്. മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മാനുവേൽ എന്നൊരു സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. കുടുംബത്തിന് ബാധിച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലെ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിസി എന്നൊരു സഹോദരി കടബാധ്യത മാറുവാൻ, ത്രേസ്യാം എന്നൊരു സഹോദരി ശ്വാസമുട്ടൽ മാറുവാൻ വേണ്ടി, ജെയിൻ എന്നൊരു സഹോദരൻ ജോലി ലഭിക്കുവാൻ വേണ്ടി, ജിൻഡ എന്നൊരു സഹോദരൻ ഹാർട്ടിൽ വാൽവ് ചുരുങ്ങിയിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഹാർട്ടിലെ വാൽവ് ചുരുങ്ങിയിരിക്കുകയാണ്. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുന്നതിന് വേണ്ടി അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവിൻ്റെ സന്നിധിയിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അലക്സ് എന്നൊരു മകൻ വിദേശത്ത് പോകാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നിഷ എന്നൊരു മകള് വിദേശത്ത് പോകാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ സന്നിധിയിൽ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി നിയോഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ നിയോഗങ്ങൾ മുഴുവൻ റാണി എന്നൊരു സഹോദരി, എൻ്റെ സഹോദരന് കുടുംബത്തിൽ ഒത്തിരിയേറെ ബന്ധനങ്ങൾ ഉണ്ട്. ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുവാൻ വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. ജോവിറ്റ് എന്നൊരു സഹോദരൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് ബിബിത ജോസ്. എൻ്റെ മക്കൾ നല്ല രീതിയിൽ വളരുവാനും അതോടൊപ്പം കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകൾ മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് കർമിലി എന്നാണ് എൻ്റെ പേര്. നിയോഗം ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് തളർന്നു പോയതാണ്. ഇപ്പോൾ നടക്കുമെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീണു പോകുന്നു. അതിൻ്റെ അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടിയും എൻ്റെ കാലിലെ വേരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ അനിയൻ്റെ കല്യാണം നടക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി നാളായിട്ട് നോക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അതിൻ്റെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവിന് 1.5 വർഷമായി എക്കിൾ തുടങ്ങിയിട്ട് അതിൻ്റെ തടസ്സങ്ങൾ മാറുന്നില്ല. എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് അതിലൊരു കുഴപ്പവും കാണിക്കുന്നില്ല. ഡോക്ടറെ കാണിക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുക. പക്ഷേ ഏത് സമയവും എക്കിൾ വരുന്നു. അതിൻ്റെ അസ്വസ്ഥതകൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അച്ഛാ, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൽദോ എന്നൊരു സഹോദരൻ ഒരുപാട് നാളായി വിദേശത്തൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, കിട്ടുന്നില്ല. റീത്ത എന്നൊരു മകള് ഒരു കേസിൻ്റെ ഒത്തുതീർപ്പിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലെ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനോൾ ഡിക്സൺ എന്നൊരു സഹോദരൻ എഴുതിയിരിക്കുന്നത്, എൻ്റെ മകന് ടെൻഷനാണ്, എപ്പോഴും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എൻ്റെ മകൻ പോകുന്നു. അതിൻ്റെ അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. സുനിത ഷാജി, മകൻ്റെ വിസയുടെ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി. മരിയ എന്നൊരു മകള് കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി. ജോയ് എന്നൊരു സഹോദരൻ കുടുംബത്തിൻ്റെ മദ്യപാനശീലം മാറുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊന്നും ആകാതെ വിഷമിക്കുന്ന സിനി എന്നൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങൾ അച്ഛൻ വളരെ ചുരുക്കി വായിച്ചു എന്നുള്ളതുള്ളൂ. നിങ്ങൾക്ക് ഈ നിയോഗങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ആവശ്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതെന്ന്. ഒത്തിരി മക്കൾ നമ്മുടെ നൊവേനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. വലിയ ലെറ്ററുകളാണ് എല്ലാം. അച്ഛനിതിങ്ങനെ
ഷോർട്ടാക്കി ചുരുക്കി വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം വലിയ വലിയ ലെറ്ററുകളാണ്. അച്ഛൻ ഇതിനു വേണ്ടി ഇന്നത്തെ ദിവസം മുഴുവൻ അച്ഛൻ എല്ലാ ചൊവ്വാഴ്ചയിലും ഇങ്ങനെ ഉപവാസം എടുത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. ചൊവ്വാഴ്ചകളിൽ ഞാൻ ആരോടും മിണ്ടാറില്ല, പുറത്തിറങ്ങാറില്ല. രാവിലെ തൊട്ട് അകത്തിരുന്ന് പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ നിയോഗങ്ങളും ഇങ്ങനെ എടുത്തു. അതിന് വേണ്ടിയിട്ടാണ് വൈകുന്നേരം നോവേന സമയത്ത് ഞാൻ വായിക്കുക. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും ഇതെടുത്ത് ഇങ്ങനെ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആ പകൽ സമയം മുഴുവൻ. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. നമുക്ക് ഇനിയുണ്ട് അച്ഛൻ്റെ കയ്യിൽ. അച്ഛൻ എടുക്കാതിരുന്നെന്ന് മാത്രമേ ഉള്ളൂ, അടുത്ത ആഴ്ചയിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ വായിച്ചു കേട്ട എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. ഒത്തിരി പേര് കടബാധ്യത മാറാൻ, രോഗങ്ങൾ മാറാൻ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ, ഒത്തിരി മക്കൾ പഠിക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ ഒക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഒത്തിരി പേരുടെ നിയോഗങ്ങൾ നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ, പുണ്യവാനെ എൻ്റെ നിയോഗങ്ങൾ കൂടി ഞാൻ സമർപ്പിക്കുന്നു എന്ന മനസ്സോടുകൂടെ ഈ നിമിഷം നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വഴി ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് അനുഗ്രഹം കൊണ്ട് നിറയുന്നുണ്ട്. പലരും പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിച്ചതിന് നന്ദി. പലരും വിളിച്ചിട്ട് പറയുക, അച്ഛാ ആ കാര്യം കിട്ടിയിട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ജോലിക്ക് വേണ്ടി മിഞ്ഞാന്ന് ആ വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ടായി. അച്ഛാ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി, എനിക്ക് ജോലി ശരിയായി, ഞാൻ വിദേശത്ത് പോകാൻ നിൽക്കുക, ആ കാര്യത്തിന് വേണ്ടി അച്ഛൻ ഒന്നും കൂടി ഇത് പ്രാർത്ഥിക്കണോട്ടോ എന്ന്. ഒത്തിരി മനുഷ്യർക്ക് നിയോഗങ്ങൾ മൂലം ആവശ്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ആ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചെയ്ത് കിട്ടിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടും വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഈ നിമിഷം ഏറ്റവും ഭക്തിയോടെ നമുക്കെല്ലാവർക്കും ആലപിക്കാം. യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പാവനീ കുടുംബകലഹങ്ങൾ അന്തഛിദ്രങ്ങൾ
പ്രാർത്ഥിക്കണേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധരാമന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുനായ ഈശോമിശിഹായുടെയും മാതാവിന്റെയുമായ മറിയത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃതങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ളവരെ നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ഈ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നുമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.